ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിവേകാനന്ദ ആ ഒരു പേര് നമ്മൾ ഭാരതീയർക്ക് എത്രത്തോളം അഭിമാനം പകരുന്ന ഒരു പേരാണ്. ഒന്ന് ഓർത്തു നോക്കൂ. വെറും 39 വർഷം മാത്രം ജീവിച്ച ഒരു മഹാനായ വ്യക്തി. അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെയും എല്ലാം ലോകത്തിന് മുമ്പിൽ എത്തിച്ച ഒരു മഹാവ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ മരണമടഞ്ഞ് ഇത്രയും അധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ചും നമ്മുടെ യുവജനതയെ, ലോക യുവജനതയെ തന്നെ ഇത്രയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ലീഡർ, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മൈൻഡ് പവർ അത് എത്രത്തോളം പവർഫുള്ളായി യൂസ് ചെയ്യാമെന്ന് നമ്മളെ ഓരോരുത്തരെയും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാനായ വ്യക്തിയായിരുന്നു ശ്രീ സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സാംസ്കാരിക സംഘടന, ആ സംഘടനയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇവിടെ അധ്യക്ഷൻ പറയുകയുണ്ടായി, ഒരു സാംസ്കാരിക സംഘടന വളർന്നു വരുന്നതിൻ്റെ ഈ സംഘടന ഉണ്ടായ കാലം മുതലുള്ള ചരിത്രങ്ങൾ. ഒരു 40 വർഷത്തിന് മുമ്പ്, അന്ന് നമുക്കറിയാം, നമുക്കിന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ഒരു മൊബൈൽ ഇല്ലാത്ത ഒരു കാലം. നമുക്ക് ആർക്കെങ്കിലും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. മൊബൈലും ഇൻ്റർനെറ്റും ഇല്ലാതെ ഒരു ദിവസം അല്ലെ ഒരു മിനിറ്റ് നമുക്ക് മൊബൈൽ നെറ്റോ ഇല്ലെങ്കിൽ നമ്മളൊരു വേറൊരു അവസ്ഥയിലേക്കാണ് എത്തിച്ചെല്ലുന്നത്. അതിന് ഈ ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കുക. ഒരു 10-40 വയസ്സ് അല്ലെ 30 വയസ്സിന് മുകളിലുള്ളവർക്ക് അതറിയാൻ കഴിയും. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള സാംസ്കാരിക സംഘടനകളിലും മറ്റും പ്രവർത്തിക്കാനുമൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറി. ഇപ്പോൾ ഒരു സാംസ്കാരിക സംഘടനകൾ നിലനിന്ന് പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം, നമ്മൾ വിവേകാനന്ദ 44 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരുപാട് സാംസ്കാരിക സംഘടനകൾ ഈ ഒരു പീരീഡിൽ വളർന്നു വരികയും 1-2 പ്രോഗ്രാമുകളോ വാർഷികങ്ങളോ നടത്തി തളർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിവേകാനന്ദ വേറിട്ട് നിൽക്കുന്നത്. അതിന് പിന്നിലുള്ളത് വിവേകാനന്ദയെ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാരും, വിവേകാനന്ദയിൽ പ്രവർത്തിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ വനിതാവേദി അംഗങ്ങളും ആർട്സ് ക്ലബ് അംഗങ്ങളും ജൂനിയർ ഗ്രൂപ്പ് അംഗങ്ങളും എല്ലാ ലെവലിലുള്ള അംഗങ്ങളും, ഒരു 400ഓളം വരുന്ന ഈ അംഗങ്ങളെല്ലാം ഒരേപോലെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സംഘടനയെ ഇന്നത്തെ നിലയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ, പഴയ കാലങ്ങളിൽ ഒരുപാട് വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ്. അത് തുടർന്നും നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് വരികയാണ്. നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഭക്ഷണം കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കുക, ഭക്ഷണം, വസ്ത്രം ഇതെല്ലാം കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് വിവേകാനന്ദ. അതുപോലെ തന്നെ ഒരു വിഷമമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുകയുണ്ടായി, സാംസ്കാരിക സംഘടനകളൊക്കെ വളരാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളിപ്പോൾ ഈ ഒരു വാർഷികത്തിൻ്റെ കാര്യത്തിന് പോലും നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മളൊരു സാംസ്കാരിക സംഘടനയുടെ ഒരു ഫണ്ട് റൈസിങ്ങിന് പോലും ഇറങ്ങുമ്പോഴും നമ്മൾ വളരെ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല, ആരാധനാലയങ്ങളുടെ പിരിവുകൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒക്കെ അകമഴിഞ്ഞ് സംഭാവന ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും ഒരു സാംസ്കാരിക സംഘടനയുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ നിങ്ങൾക്ക് എന്തിനാണ് പൈസ എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. ആ ഒരു ചിന്താഗതി മാറണം. കാരണം സാംസ്കാരിക സംഘടനകൾ നിലനിൽക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ സാംസ്കാരിക സംഘടനകൾ മറ്റേത് സംഘടനയിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാംസ്കാരിക സംഘടന. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്തു നോക്കിയാൽ ആ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ആ സംഘടനയിലുണ്ടാവൂ. നിങ്ങളൊരു മതസംഘടനയെ എടുത്തു നോക്കിയാൽ ആ മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന എടുത്തു നോക്കിയാൽ ആ സ്കൂളിൽ അന്ന് പഠിച്ച കുട്ടികൾ മാത്രമായിരിക്കും അതിലുണ്ടാവുക. മറിച്ചൊരു സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞാൽ വിവിധ ജാതിയിലുള്ള, വിവിധ പ്രായത്തിലുള്ള, വിവിധ മതവിശ്വാസങ്ങളുള്ള, അതുപോലെ തന്നെ വിവിധ വിദ്യാഭ്യാസ യോഗ്യതകളും വിവിധ സാമ്പത്തിക സ്ഥിതിയിലുള്ളവരും ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒന്നാണ് സാംസ്കാരിക സംഘടന. അതുകൊണ്ട് തന്നെ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം നമുക്കറിയാം. പണ്ടൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുമായിരുന്നു. നമ്മൾ കൂടുതൽ ശാസ്ത്രവും കാര്യങ്ങളൊക്കെ വളരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ആളുകൾ സയൻസിലുമൊക്കെ കൂടുതൽ വിശ്വസിച്ച് ആ ഒരു രീതിയിലേക്ക്, എവിഡൻസിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ കൂടുതൽ വീണ്ടും തീവ്രമായ വിശ്വാസങ്ങളിലേക്കും കമ്മ്യൂണൽ പൊളിറ്റിക്സിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സാംസ്കാരിക സംഘടനകൾ നിലനിൽക്കേണ്ടത്
വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഇതുപോലുള്ള സാംസ്കാരിക സംഘടനകളിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരോടും അച്ഛന്മാരോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇത്തരം സാംസ്കാരിക സംഘടനകളിലേക്ക് പ്രവർത്തിക്കാൻ വിടുക. അവരെ മികച്ച വ്യക്തിത്വങ്ങളാക്കി വളർത്തിയെടുക്കാൻ സാംസ്കാരിക സംഘടനകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്കറിയാം കുട്ടികൾക്ക് ഒത്തിരി സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നത് റൈറ്റായിട്ടുള്ള കാര്യങ്ങളിലല്ല. അവർ പലപ്പോഴും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവർക്ക് നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. നമ്മളിവിടെ അവരെ കായികപരമായ കാര്യങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും അവരെ ശ്രദ്ധ തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പം എന്നിലിവിടെ അർപ്പിതമായിരിക്കുന്ന കടമ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് വൈകി പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിലാദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ക്ലബിൻ്റെ കാര്യങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡൻറ്റും യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ ദിനേഷ് കുമാറിനാണ്. ദിനേഷ് കുമാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ. അദ്ദേഹത്തിനെ നമ്മൾ ഓരോരുത്തരും വളരെ വലിയൊരു റോൾ മോഡലായി കാണേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹം ചെയ്തു വരുന്ന സേവനങ്ങൾ. ഗാന്ധി ഭവൻ എന്നുള്ള ഒരു ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം എത്രമാത്രം വലിയ ഒരു സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ യോഗത്തിൽ, നമ്മുടെ ഈ വള്ളികുന്നത്തിൻ്റെ ഈ ഭൂമിയിലേക്ക് അദ്ദേഹം വന്നു ചേർന്ന് നമ്മുടെ ഈ ഭൂമിയെ ധന്യമാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ മുഖ്യ പ്രഭാഷകനായി നമുക്ക് ഇന്നിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA MS അരുൺകുമാറാണ്. അദ്ദേഹം വരാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല പനിയാണ്, ഒട്ടും വയ്യ. രാവിലെയും പറഞ്ഞു മാക്സിമം നോക്കാം, വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എത്തിച്ചേരാം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ വൈകിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒട്ടും വയ്യ, അതുകൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. എങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിലും അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്നത് ആടുജീവിതം യഥാർത്ഥ കഥാനായകനായ നജീബ് മുഹമ്മദാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ക്ലബിൻ്റെ പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വേണ്ടി നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹം ഉറപ്പായും എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരേ ഒരു കാര്യമേ ഉള്ളായിരുന്നു, അദ്ദേഹത്തിന് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഗൾഫ് പ്രോഗ്രാമോ എന്തെങ്കിലും വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഒഴിവാക്കാൻ കഴിയാതെ വരും. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യദോഷത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ബഹ്റിനിലേക്ക് ഒരു പ്രോഗ്രാമിന് പോകേണ്ടതായി വന്നു. ആ നിമിഷം തന്നെ അദ്ദേഹം വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു ഇതേപോലെ എത്തിച്ചേരാൻ കഴിയുന്നില്ല, ക്ഷമിക്കണം, ഇനി ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്കറിയാം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന നല്ല അവസരങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം കുടുംബത്തോടൊപ്പം പോയിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അടുത്തൊരു പ്രോഗ്രാമിന് തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിജി പ്രസാദ്. മാഡവും ഇന്ന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇതേപോലെ വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് എത്തിച്ചേരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത്. ശ്രീമതി ബിജി പ്രസാദിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ വാർഡ് മെമ്പർ ആർ രാജി. നേരത്തെ ഇവിടെ എത്തിയിരുന്നതായിരുന്നു, പക്ഷേ വേറെന്തോ ഒരു അത്യാവശ്യ കാര്യത്തിൽ പോകാറുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു ലേറ്റ് ആവുന്നു, ഞാൻ കുറച്ച് നേരം കൂടെ നോക്കാം. പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. നമ്മുടെ മെമ്പറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ നെഹ്റു യുവകേന്ദ്രയുടെ ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്ററായ വിവേക് ശശിധരനാണ്. അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ല, എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റായ ശ്രീ ഷാനവാസ് വള്ളികുന്നം, അദ്ദേഹത്തെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ്ങിന് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേരാതിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ലബിൻ്റെ രക്ഷാധികാരി ശ്രീകുമാർ നമ്പ്യാതിരി സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ
ഇപ്പുറത്തോടെ അടുത്തതായി നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമുക്കിവിടെ ഒരു കലാകേന്ദ്രമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പാണ് നമ്മൾ കലാകേന്ദ്ര തുടങ്ങിയത്. നമ്മുടെ കുട്ടികളിലെ വിവിധങ്ങളായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി നമ്മൾ തുടങ്ങിയതാണ്. ഡാൻസ് ക്ലാസ്, അതുപോലെ തന്നെ നമ്മൾ യോഗ ക്ലാസ് തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ വയലിൻ ക്ലാസ്, അതേപോലെ ചിത്രരചന ക്ലാസ് തുടങ്ങിയ ക്ലാസ്സുകളെല്ലാം നമ്മളിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലെ നമ്മൾ അധ്യാപകരെ എല്ലാവരെയും നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഓരോരുത്തരെയും ആദ്യമായി രവി കെ ആചാര്യ, അദ്ദേഹം നമ്മുടെ നൃത്ത അധ്യാപകനാണ്. രവി കെ ആചാര്യയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വയലിൻ അധ്യാപകൻ വിനോദ് കുമാർ ഹരിപ്പാട്, അദ്ദേഹത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ സംഗീത അധ്യാപകൻ രജീഷ് രാജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ചിത്രരചന അധ്യാപകൻ വിശാഖ് കരിമുളയ്ക്കൽ, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ക്ലബ്ബ് അംഗവും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ പ്രസന്നകുമാർ സാറാണ്. അദ്ദേഹത്തിന് മികച്ച പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചതാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബ് അംഗവും തിരക്കഥാകൃത്തും ഗാനരചയിതാവും നിരവധി ചലച്ചിത്രങ്ങൾക്ക് ഗാനരചന നടത്തിയ, ഇപ്പോൾ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് പെരളിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വള്ളികുന്നത്ത് നിന്നും നമ്മുടെ ചിത്രരചന ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയായി തുടങ്ങി ഇന്ന് ആദ്യമായി നന്ദികേശ, നമ്മുടെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന നന്ദികേശന്മാരുണ്ടല്ലോ, അതിലെ ചിത്രങ്ങൾ, അതിൻ്റെ പെയിൻറ്റിങ് ചെയ്യുന്ന ആദ്യ വനിതയായ സ്നേഹ ഇപ്പോൾ ഒരുപാട് വർക്കുകൾ നമ്മുടെ സാറിൻ്റെ കൂടെ തന്നെ, ചിത്രരചന സാറിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. സ്നേഹയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഈ വേദിയിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും നമുക്കറിയാം, ഒരു സാംസ്കാരിക സംഘടന ഒരു നാട്ടിൽ 40-45 വർഷം നിലനിൽക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ പിന്തുണ ഏറ്റവും ശക്തമായ രീതിയിൽ ഉണ്ടാവണം. അപ്പോൾ ആ പിന്തുണ നമുക്ക് വള്ളികുന്നം ഭരണിക്കാവ് നിവാസികളിൽ നിന്നും തുടർച്ചയായി കിട്ടുന്നതുകൊണ്ടാണ് നമുക്കൊരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ ഇവിടെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും, എല്ലാ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളതും എത്തിച്ചേരാൻ കഴിയാതെ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.